ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെറൈറ്റീസ് ഓഫ് പ്രോസ് എന്ന ഭാഗമാണ്. അതിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്, അതേപോലെ തന്നെ നറേറ്റീവ് പ്രോസ് തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, സോ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്? ആസ് വി ക്യാൻ സീ ഇൻ ദി സ്ലൈഡ് ഓർ ഇൻ ദി പ്രസൻറ്റേഷൻ, ഇറ്റ് ഫോക്കസസ് ഓൺ ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിങ് ഇംപ്രഷൻസ്. അത് നമ്മൾ ചെയ്യുന്ന ഓരോ ഇംപ്രഷൻസും അതെല്ലാം ഒബ്സർവ് ചെയ്യും, റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം നറേറ്റീവ് പ്രോസോ, വെൻ വി സീ ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻസ്. കുറച്ചും കൂടെയും ഇവൻറ്റ്സ് ഫോക്കസ്ഡ് ആണ്, ആക്ഷൻസ് ഫോക്കസ്ഡ് ആണ് എന്ത് നറേറ്റീവ് പ്രോസ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ദാറ്റ് വി ഗോട്ട് ടു say about descriptive prose is that it describes what we see, hear, touch, smell and taste. നമ്മുടെ 5 സെൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി. അത് പാസീവും കൂടിയാണ്. ഷോസ് തിങ്സ് ആസ് ദേ ആർ. അത് എങ്ങനെയാണുള്ളത് അതേപടിയാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിൽ കാണിക്കുക. അറ്റ് ദ മീൻ ടൈം എന്താണ് ഇതിൽ കാണുന്നത്, എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിൽ കാണുന്നത്? അത് ടെൽസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് അതേപടി പറയുന്നു. മറ്റേതോ എന്താണ് യഥാർത്ഥത്തിലുള്ളത് അത് അങ്ങനെ പറയുന്നു, ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നു. ഓക്കെ, അത് ആക്റ്റീവാണ്. ഷോസ് ഇവൻറ്റ്സ് അൺഫോൾഡിങ്, എങ്ങനെയാണോ ഒരു സംഭവം കഴിഞ്ഞ അടുത്ത സംഭവം ഉണ്ടാകുന്നത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. റൈറ്റേഴ്സ് ഓഫൺ യൂസ് ബോത്ത് ഡിസ്ക്രിപ്ഷൻ ആൻഡ് നറേഷൻ ടുഗദർ. രണ്ട് ടെക്നിക്കും ഓതേഴ്സ് അല്ലെങ്കിൽ എഴുത്തുകാർ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ദ മെയിൻ ഡിഫറൻസ് ഈസ് ദ ഫോക്കസ്. രണ്ടിലും ഫോക്കസാണ് വ്യത്യാസമുള്ളത്. അതിൽ ആദ്യത്തേത് പ്ലേസസ്, ഒബ്ജക്ട്സിൻ്റെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നറേറ്റിങ്ങിലോ അത് ഇവൻസിനെ നറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഫോക്കസ് മേ ഷിഫ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ റൈറ്റേഴ്സ് പർപ്പസ്. എഴുത്തുകാരൻ്റെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ചിലപ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസായി മാറും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആവും, അല്ലെങ്കിൽ നറേഷൻ ആയി മാറും. എക്സാമ്പിളായിട്ട് നമ്മളെ മൊഡ്യൂളിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ SLMലുള്ള 2 റൈറ്റിങ്സാണ് വർക്ക്സാണ്. H.G. വെൽസിൻ്റെ ദ മാർഷ്യൻ ഈസ് ദ മാർഷ്യൻ. അത് ഡയറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയല്ല, മറിച്ച് ഇൻസ്റ്റെഡ് അനദർ ക്യാരക്ടർ നറേറ്റ്സ് ദ സ്റ്റോറി ആൻഡ് ഡിസ്ക്രൈബ്സ് ദ മാർഷ്യൻ. ആ കഥയിലുള്ള ഒരു ക്യാരക്ടർ തന്നെ മാർഷ്യനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ അല്ല സംഭവിക്കുന്നത്. ഓക്കെ, അതിലെ പാസേജ് നോക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അത് ഫിക്ഷണലാണോ ഫാക്ച്വലാണോ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ക്യാൻ ബി ഫിക്ഷണൽ, അത് ഫിക്ഷണൽ ആവാം ആൻഡ് ഫാക്ച്വൽ ആവാം. ഫിക്ഷണലായ ഉദാഹരണം എന്താണ്? ദ വാർ ഓഫ് ദി വേൾഡ്സ് ബൈ H.G. വെൽസ്. ഫാക്ച്വലായ ഉദാഹരണമാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക ബൈ ഐസക് ദിനേശൻ. ദ ടെക്നിക്സ് യൂസ്ഡ് ഫോർ ഡിസ്ക്രിപ്ഷൻ ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദി പർപ്പസ്. അതിൻ്റെ പർപ്പസ് അനുസരിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ മാറാവുന്നതാണ്. ഓക്കെ, ദ വാർ ഓഫ് ദി വേൾഡ്സ് ഒരു എക്സാമ്പിളാക്കി എടുക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? ദ മാർഷ്യൻ ഈസ് അൺലൈക്ക് എനി ഹ്യൂമൻ ബീയിങ്. നമുക്കറിയാം മനുഷ്യൻ്റെ പോലെ അല്ല മാർഷ്യനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡയറക്റ്റ് പറയുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ തന്നെ H.G. വെൽസ് യൂസസ് സട്ടിൽ റൈറ്റിംഗ് ടെക്നിക്സ് ടു മേക്ക് ദ മാർഷ്യൻ ഡിസ്ക്രിപ്ഷൻ കൺവിൻസിങ് ആൻഡ് റിയലിസ്റ്റിക്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ H.G. വെൽസ് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സ്കില്ലും ടെക്നിക്കെല്ലാം ഉപയോഗിച്ച് കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ടുള്ള യാഥാർത്ഥ്യത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണ്? മേക്ക് ദ റീഡേഴ്സ് ബിലീവ് ദാറ്റ് മാർഷ്യൻ ഈസ് റിയൽ. അതിലെ ഒരു ഫിക്ഷനാണല്ലേ, എങ്കിലും മാർഷ്യൻ യാഥാർത്ഥ്യമാണ്, ഒരു കഥ നടന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യാഥാർത്ഥ്യമായിട്ട് കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഈവൻ തോ ഇറ്റ് ഈസ് ഇമേജിനറി, അത് ഇമേജിനറി ആണെങ്കിലും യാഥാർത്ഥ്യമായി കാണിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ പാസേജ് നമുക്കിവിടെ കാണാവുന്നതാണ്. പാസേജ് വി ക്യാൻ സീ ദിസ് പാസേജ് റൈറ്റ് ഹിയർ. പക്ഷേ എങ്കിൽ നിങ്ങളത് അതിൽ
നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, ഫിക്ഷനിലാണ് കുറച്ചും കൂടി വ്യക്തമായി കഥ നടക്കുന്നത് പോലെ ഇവൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഇതിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ നൽകുന്നുണ്ട് നിങ്ങൾക്കത്. പിന്നെ അതിൻ്റെ ഈ മാർഷ്യൻ്റെ രൂപവും ഭാവവും, അത് ആക്രമിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന വെപ്രാളവും കാര്യങ്ങളെല്ലാമാണ് ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. മൂവ് ഓൺ ടു ദി മെയിൻ കോണ്ടന്റ് ഹിയർ. അല്ലേ, മാർഷ്യൻ അറിവ് ഇൻ എ സിലിണ്ടർ. അതൊരു മാർഷ്യൻ വരുന്നത് എങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരു സിലിണ്ടറിലാണ് വരുന്നത്. മേക്കിംഗ് എ ഹ്യൂജ് ക്രാറ്റർ ഓൺ എർത്ത്. ഭൂമിയിലൊരു വലിയ ഒരു പിളർത്തൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എ ക്രൗഡ് ഗാദേഴ്സ് ആസ് ദ നറേറ്റർ റിട്ടേൺസ് ടു സൈറ്റ്. അവർ പിന്നെ നറേറ്റർ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു മാർഷ്യനെ കുറിച്ച് പറയുന്നത് ഒരു നറേറ്ററാണ്. സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, അവിടെ നറേറ്റർ എത്തുന്ന പാടെ അവിടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂടുന്നുണ്ട്. ഫോക്കസ് ഈസ് മോർ ഓൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാർഷ്യൻ ദാൻ ഓൺ ദ ഇവൻറ്റ് ഇറ്റ് സെൽഫ്. പക്ഷേ ഇവിടെ ടോട്ടൽ ചേഞ്ച് സംഭവിക്കുകയാണ്. മാർഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലേക്കാണ് എഴുത്തുകാരൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആസ് വി മെൻഷൻ ബിഫോർ, in a narrative prose it focused on the events, but here we can see that it focused on description. അല്ലേ, മാർഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലാണ് ഇവിടെ എഴുത്തുകാരൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് H.G. വെൽസ് മാർഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ അല്ല ഇവിടെ നടക്കുന്നത്. കഥയിലുള്ള ക്യാരക്ടറാണ് മാർഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മാർഷ്യൻ ഈസ് സോ അൺഫെമിലിയർ ദാറ്റ് ദ ഓതർ ഡസ് നോട്ട് ഡിസ്ക്രൈബ് ഇറ്റ് ഡയറക്ട്ലി. അതിനെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ദ നറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് ദി ക്രൗഡ് ആൻഡ് ഷെയർസ് ഹിസ് ഓൺ ആൻഡ് അതേഴ്സ് റിയാക്ഷൻസ്. അവൻ്റെയും അതുപോലെ തന്നെ അത് കണ്ടു നിൽക്കുന്ന മാർഷ്യൻ്റെ അറൈവൽ കണ്ടു നിൽക്കുന്ന ജനങ്ങളുടെയും റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കഥയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷൻ ബിൽഡ് സസ്പെൻസ്. നമുക്ക് മനസ്സിലാവും അല്ലേ, ഓരോ ഇവൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടാണ് H.G. വെൽസ് ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് വരുന്നത്. പാരഗ്രാഫ് 1 എന്താണ് സംഭവിക്കുന്നത്? ദ നറേറ്റർ ഈസ് അൺഎബിൾ ടു സീ ക്ലിയർലി. Example, for a moment that circular cavity seemed perfectly black. I had the sunset in my eyes. നമുക്ക് ആദ്യം വന്നപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എത്ര ആദ്യം കാണാൻ പറ്റുന്നില്ല അല്ലേ, രംഗം കാണാൻ പറ്റുന്നില്ല, കാരണം തിരക്കാണ്. അപ്പോൾ സർക്കുലർ ആയിട്ടുള്ള ഒരു ഹോള് അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, അത് പെർഫെക്റ്റ്ലി ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്താണ്, സൂര്യൻ്റെ രശ്മികൾ അദ്ദേഹത്തിൻ്റെ നറേറ്ററുടെ കണ്ണിലേക്ക് അടിച്ചിട്ട് ബ്ലാക്ക് ആയിട്ടാണ് മൊത്തം കാണുന്നത്. ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ സംഭവിക്കുന്നത് നോക്കൂ. ക്യൂരിയോസിറ്റി ഗ്രോസ് ബട്ട് നോ ക്ലിയർ ഇമേജ് യെറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ജിജ്ഞാസ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ കൂടി എന്ത് ചെയ്യുന്നില്ല, തിരക്ക് കൊണ്ടും ആ അന്തരീക്ഷത്തിൻ്റെ ഒരു വെപ്രാളം കൊണ്ടും എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു ദൃശ്യം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ നറേഷൻ നോക്കൂ. ഐ തിങ്ക് എവറി വൺ എക്സ്പെക്റ്റഡ് ടു സീ എ മാൻ എമേർജ്. ഐ നോ ഐ ഡിഡ്. ഞാൻ വിചാരിച്ചത് എല്ലാവരും ഒരു ആളാണ്, ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് ആ ഒരു സിലിണ്ടർ ഷേപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണ്, ഞാനങ്ങനെ ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു നറേഷൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് കാണുന്നത്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ സംഭവിക്കുന്നത് നോക്കൂ. ക്രൗഡിൻ്റെ റിയാക്ഷനാണ് അവിടെ കാണുന്നത്. ഷ്രീക്ക് ഫ്രം എ വുമൺ. ഒരു വുമൺ ചീറി പൊളിക്കുന്നു അല്ലേ, അതിനെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട്, അതിൻ്റെ വിരൂപിയായിട്ടുള്ള രൂപം കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, ഒച്ച വെക്കുന്നു. അസ്റ്റോണിഷ്മെൻറ്റ് ടേണിംഗ് ടു ഹൊറർ. ആദ്യം തന്നെ ഒരു അത്ഭുതമാണ് ഉണ്ടായിരുന്നത്, പിന്നീട് എന്ത് ചെയ്യുന്നു, ഭയപ്പാടിലേക്ക് മാറുന്നു. ടെറർ ഗ്രിപ്സ് ദ നറേറ്റർ. അതുപോലെ തന്നെ നറേറ്ററിനെയും എന്ത് ചെയ്യുന്നു, ഈ ഒരു വെപ്രാളം അദ്ദേഹത്തെ കൂടി പിടികൂടുന്നു. ഈ നാലാമത്തെ പാരഗ്രാഫ് നോക്കൂ. പോയിന്റ് ഓഫ് വ്യൂ ഷിഫ്റ്റ്. ഇവിടെ പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യുന്നു, മാറുന്നുണ്ട്. പീപ്പിൾ ആർ നൗ അസ്യൂംഡ് ടു നോ ദ മാർഷ്യൻസ് അപ്പിയറൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് മാർഷ്യൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലുക്ക്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നു, മനസ്സിലാവുന്നു അല്ലേ. അതിൻ്റെ രൂപഭാവം, അതിൻ്റെ കണ്ണെങ്ങനെയാണ്, ചുണ്ടെങ്ങനെയാണ്, അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. യൂസസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇവിടെ കൃത്യമായിട്ട് ദ പെക്യുലിയർ വി ഷേപ്ഡ് മൗത്ത് ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലേ. കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഫീച്ചേഴ്സും നറേറ്റർ സ്പെസിഫിക് ആയിട്ട് എടുത്ത് നമുക്ക് തരികയാണ്. ദ ആബ്സെൻസ് ഓഫ് ചിൻ അല്ലേ, കവിളില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ വി ഷേപ്പുള്ള മൗത്തിൻ്റെ അവസ്ഥ, അതെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലുള്ള എന്താണ് ഒരു ഐഡിയ എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ഓതർ ഡിലേസ് ദ ഡിസ്ക്രിപ്ഷൻ ടു ഇൻക്രീസ് സസ്പെൻസ് അല്ലേ. സസ്പെൻസ് അല്ലെ, ഒരു എന്താ പറയുക, സസ്പെൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഓതർ എന്ത് ചെയ്യുന്നത്, ഇത്രത്തോളം ഡിലേ വരുത്തുന്നത്. ഇത്രത്തോളം ഡിലേ വരുത്തിയാൽ എന്ത് ചെയ്യുള്ളൂ, ആളുകൾ ആ സസ്പെൻസ് ബിൽഡ് ചെയ്ത് പിന്നീട് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. റീഡേഴ്സ് ആർ മെയ്ഡ് ടു ബിലീവ് ദ മാർഷ്യൻ ഈസ് റിയൽ
ത്രൂ കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് വ്യൂ പോയിൻറ്റ്. കൃത്യമായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട്, കൃത്യമായിട്ടുള്ള ചോയ്സ് ഓഫ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെന്ത് മനസ്സിലാക്കുന്നു? മാർഷ്യൻ അത്രത്തോളം റിയൽ ആണ്, നമുക്കറിയാം അത് ഇമേജിനറി ആണ് അല്ലേ. പക്ഷേങ്കിൽ എന്ത് ചെയ്യുന്നു? മാർഷ്യൻ അതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ടുള്ള വാചകങ്ങളുടെ ഉപയോഗം മൂലം, കൃത്യമായിട്ടുള്ള വ്യൂ പോയിൻ്റ് മൂലം എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വായനക്കാർക്ക് അതിൻ്റെ മാർഷ്യൻ്റെ ക്യാരക്ടേഴ്സ് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നു. ഇനി എന്താണ് നമുക്കിതിൽ മൊത്തത്തിൽ അനലൈസ് ചെയ്യാനുള്ളത്? എങ്ങനെയാണ് ഡിസ്ക്രൈബർ, അതായത് ഇതിനെ വ്യക്തമാക്കുന്ന ആൾ, ഡിസ്ക്രൈബ് ചെയ്യുന്ന ആൾ മാർഷ്യനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നത്, എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇനി പറയാതെ വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനെ വിശ്വസിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ കീ ഐഡിയ. കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഫിക്ഷണൽ വേൾഡ്സ് ആർ എ റിസൾട്ട് ഓഫ് ദ റൈറ്റേഴ്സ് ഇമാജിനേഷൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. എഴുതുന്ന ആളുടെ ഒരു ഭാവനയാണ് ഫിക്ഷണൽ ലോകങ്ങളെന്ന് മനസ്സിലാകുന്നു. കാരണം മാർഷ്യൻ എന്തല്ല, ഒരു റിയൽ ക്യാരക്ടർ അല്ല, ഒരു റിയൽ ബീയിങ് അല്ല. പക്ഷേങ്കിൽ എന്താണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർ യൂസ് ഓഫ് വേർഡ്സ്, പ്രോപ്പർ യൂസ് ഓഫ് സെൻറ്റൻസസ്, പ്രോപ്പർ വ്യൂ പോയിൻ്റ് നമുക്ക് എന്ത് മനസ്സിലാക്കി തരുന്നു? മാർഷ്യനൊരു റിയൽ ഫിഗറായിട്ട് നമുക്ക് മുമ്പിൽ പോർട്രേ ചെയ്യപ്പെടുന്നു. വി മസ്റ്റ് റീഡ് കെയർഫുള്ളി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഓതേഴ്സ് പർപ്പസ് ഇൻ ബിൽഡിംഗ് ദ ഡിസ്ക്രിപ്ഷൻ ഗ്രാജുവലി ഡിസ്ക്രിപ്ഷൻ ബിൽഡ് ചെയ്യുന്നതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയി നമുക്കിതിൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക? മനസ്സിലായി, അണ്ടർസ്റ്റുഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ വീണ്ടും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും പറയാം, നമുക്കത് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.